ഹലോ ഗൈസ്, നമ്മളിന്ന് വാണിയംകുളം കാലിച്ചന്ത കാണാൻ പോകണം കേട്ടോ. ഓണപ്പോക്കിൽ പമ്പിൽ നിർത്തി അയാബൂസ ഫുൾ ടാങ്ക് ആക്കാൻ നോക്കുമ്പോൾ പമ്പിലെ മെഷീൻ കിടന്നു. നേരത്തെ എണീറ്റ് ഇങ്ങനത്തെ കുറെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ഈ ബോർഡിന്റെ കണ്ണിൽ കണ്ടത്. എന്താ ഇത്, വല്ലാത്തൊരു ഇത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാർക്ക് ആന്റണി. ഗിംബലും പിടിച്ച് ചന്തൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോഴാണ് ആ കാക്ക എന്നൊരു നോട്ടം നോക്കി. ഞാൻ കാക്കാനും നോക്കി ഐസ്ലോക്കായി. പിന്നെ ഞാൻ ചോട്ടിയത് ചാണത്തുമ്മ. ചാണം ചോട്ടിയിട്ടുണ്ടെങ്കിൽ നിലത്ത് വെക്കണം എന്നാണല്ലോ പ്രമാണം. അങ്ങനെ ഞാൻ നിലത്തായി ചോട്ടി തേച്ചു. പുളുങ്ങുന്ന കിളി, ചാണം ചോട്ടി കിളി നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇതാണ് ശ്രദ്ധിച്ച് നടക്കണ്ട. ചന്തൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ മനസ്സിലാക്കി വാണിയംകുളം ചന്ത ഒരു ലോകം തന്നെ കേട്ടോ. സ്വർണ്ണക്കൊമ്പും നീലക്കൊമ്പും ചുവപ്പ് കൊമ്പുള്ള പല ഐറ്റം ഇനങ്ങളുണ്ട് കേട്ടോ. കന്നാളങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് ബാക്കിലുള്ള ഒരാളെ കാലോട്ട് ഒരു അനക്കല്. ബാക്കൊന്ന് മാറികളെ തട്ട് കിട്ടും. ഇവലെ ആന്ധ്രയിൽ നിന്നുള്ള ടീമാണ്. കാരണം ഇവലെ വന്ന വണ്ടി ആന്ധ്ര വണ്ടിയാണ്. ചന്തയിൽ കൂടി നടക്കുമ്പോഴാണ് അനു പറഞ്ഞത് ഇതിലെ വന്നിട്ടുണ്ട് ഈ പുതിയ സ്റ്റോക്കുകൾ വരുന്നത് കാണാൻ. പുതിയ വന്ന ലോഡിൽ പുള്ളിയുള്ള പശു, പുള്ളില്ലാത്ത പശു, അങ്ങനെ വെറൈറ്റി ഐറ്റങ്ങൾ കിട്ടുമ്പോ ഈ ചങ്ങായിനോട് ജിജ് എന്തിനാ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പുറത്തെ വണ്ടിയിൽ ഒരു പശു ചത്തിട്ടുണ്ട്. അവൻ്റെടാ ഈ കാക്കാന്റെ അടുത്ത് വെളുത്തിട്ട് പോരെ സാധനം മാത്രമേ ഉള്ളൂ. തെരഞ്ഞു അനുവിനൊന്ന് സെറ്റ് ആയി കൊണ്ടോ. ഓനതിനെ പെരി കൊണ്ടാവും നല്ല കമ്പുണ്ട്. ഏറെ നേരത്തെ മൽപ്പുറത്തെ ആ പശു കച്ചവടമായി. ചന്തന്റെ മേലെ കണ്ടെത്തുന്ന അമ്പരചുംബിയായ മതിലിന്റെ മേലെ കയറിയപ്പോഴാണ് ഈ കാഴ്ചകൾ കണ്ടത്. നമ്മൾ മാത്രമല്ല എല്ലാവരും നോക്കുന്നുണ്ട്. മേലെ കയറി ചന്ത അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് കുഞ്ഞോ വന്ന് കാണി എന്നോട് ഒരു കാര്യം പറയാം, നമുക്കൊരു ചായ കുടിച്ചാലോ. അങ്ങനെ ഞങ്ങളും പറഞ്ഞു 2 ചായ. അവിടെ കുറെ ആൾക്കാർ ചായ കുടിച്ചിരിക്കണം. അപ്പോഴാണ് കാക്ക പയമ്പരേറ്റും വന്നത്. പയമ്പരി പറഞ്ഞാൽ അലാക്കിന്റെ പയമ്പരി. ഞാനൊരു പയമ്പരി എടുത്ത് കാണാൻ അനുവിനാണ് കൊടുത്തു. അനുവിനാണ് തീർപ്പതിയായി. അവിടെ ഇരുന്ന് ചായ അടിച്ചിട്ട് ഒരു കൊസിൽ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ചായ ക്ലാസ് ആയിട്ട് കന്നാലി ചന്ത കണ്ട് ചായ അടിച്ചാൽ വിചാരിച്ചു. അപ്പോഴാണ് അവിടെ തല്ലെടുക്കേണ്ടത്. ചായ മുഴുവൻ കുടിച്ചാലൊന്നും അനുവിന് ഒഴിവില്ല. അനു തെരച്ചിലോട് തെരച്ചില് പറ്റിയൊന്നിനും തന്നെ കൊണ്ടുപോകണം. അപ്പോഴാണ് നാണം കുടുങ്ങിയ ഒരാളെ നമ്മൾ കണ്ടത്. ഞാൻ അതിനെ കുറെ തട്ടും തലോടെയൊക്കെ നോക്കി. അപ്പോഴാണ് അതിന്റെ ഉടമക്കാരൻ പറഞ്ഞത് അത് നാണം കുടുങ്ങി നിൽക്കല്ല, 3 കയറുമ്പോൾ തളിച്ചിട്ടാണ്. ചന്തയിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. തൊണ്ടിന് തല്ലണ മാതിരിയാണ് മൂക്കിന് തല്ലണത്. ഇവിടെ ഒരാൾ പാലൊക്കെ കറന്നു നോക്കുന്നുണ്ട്. പാൽപ്പൊടിന്റെ പരസ്യത്തിൽ കാണുന്ന പശുക്കളുണ്ട് കേട്ടോ. പിന്നെ എരുമാളുണ്ട്. ചന്തയിൽ പറഞ്ഞാൽ അനങ്ങിയ അടി, അലങ്ങിയില്ലെങ്കിൽ അടി കേട്ടോ. ഇറ്റകളെ കൊണ്ടുവരണ ഒരമ്മ പറ്റ മക്കളെ പോലെ ഒറ്റ കയറുമല്ലോ പാവാണ്, പിടിച്ച് വലിച്ചിട്ടുണ്ട്. ഇവിടെ കുറെ എണ്ണത്തിന് മാല കോർത്തമാരി കോർത്തിട്ട് കൊണ്ട് വരി തെറ്റിച്ചാക്കണം. വരി തെറ്റിച്ചാൽ മൂക്കിനൊന്ന് കിട്ടും ചെയ്യും. ഈ കാക്കാന്റെ നേരത്തെ തന്നെ കച്ചവടമായി കായായിട്ടുണ്ട് കേട്ടോ. ചില ഇതിങ്ങൾ നേരം പോലത്തെ കുളിച്ചാട്ടോ ചന്തിക്ക് വന്ന് ഫുൾ ഓപ്ഷനായ സെറ്റ് വേരിയന്റ് പറ്റ കന്നാളുണ്ട് കേട്ടോ. ഇവിടെ വില കൂടിയ മുതലാളാണ്. ഇതിന്റെ കാലമോ വണ്ടി നിറക്കിയപ്പോൾ മുറിയാതാട്ടോ. ഈ നേരമായപ്പോൾ ഇതിന് കുറെ ആൾക്കാർ കച്ചവടം ചെയ്ത് കൈക്കൊക്കെ കൈയാക്കിക്കൊണ്ട് കച്ചവടം അതിൽ 1-2 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ചില ആൾക്കാർ കായ്ക്കട്ടെടുത്ത് കണ്ടിട്ടോ വില പറയേണ്ടത്. അങ്ങനെ അവിടെ കാണുന്ന കന്നാളോടൊക്കെ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ തട്ടും നല്ലോടൊക്കെയാണ് നമ്മളിന്ന് വിടുക കേട്ടോ. പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വ്ളോഗർ മുത്ത് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.